ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വെൽക്കം ടു കുട്ടി ഗോസ്പൽ. ഒരു ചെറുപ്പക്കാരൻ, അയാൾ ഒരു ജോബിനായിട്ട് ഇൻ്റർവ്യൂവിന് പോവാണ്. സിറ്റിയിലെ ഒരു വലിയൊരു ഹോട്ടൽ, ഒരു 5 സ്റ്റാർ റെസ്റ്റോറൻറ്റ് ഹോട്ടൽ. അപ്പോൾ അവിടെ മാനേജർ പോസ്റ്റിലേക്കാണ് അയാൾ ഇൻ്റർവ്യൂവിന് പോകുന്നത്. അവിടെ ചെന്നപ്പോഴേക്കും ഈ ഇൻ്റർവ്യൂ റൂമിൽ കുറേ പേര് വെയിറ്റിംഗ് റൂമിൽ ഇങ്ങനെ കാത്തിരിക്കും. കുറേ അധികം പേരുണ്ട്, 100-ലധികം പേരുണ്ട്. അപ്പോൾ പേരനുസരിച്ചാണ് വിളിക്കുന്നത്. ഇപ്പോൾ ഇയാളുടെ പേരെത്തുമ്പോഴേക്കും ഏകദേശം ഒരു 1-1.5 മണിക്കൂർ എടുക്കുമെന്ന് മനസ്സിലായി. ചെറുപ്പക്കാരൻ നേരെ താഴെ പോയി ചായ കുടിച്ചിട്ട് വരാൻ താഴേക്ക് പോകാൻ. താഴെ പോകുമ്പോൾ ഈ ഹോട്ടലിൻ്റെ വലിയൊരു ഗേറ്റാണ് എൻ്റെ മുന്നിൽ. അവിടെ സെക്യൂരിറ്റി ഗാർഡുണ്ട്. അപ്പോൾ അയാളായിട്ട് സംസാരിച്ചു. അവിടെ സംസാരിച്ചപ്പോൾ ഒരു നേപ്പാളിക്കാരൻ, അയാൾ മലയാളം സംസാരിക്കുന്നുണ്ട്, നേപ്പാളിക്കാരനാണ്. സംസാരിച്ചു വന്നപ്പോഴാണ് ഈ മനുഷ്യൻ്റെ വീട്ടിൽ ബുദ്ധിമുട്ടിനെ കുറിച്ചൊക്കെ അറിയുന്നത്. ഇയാളുടെ വീട്ടുകാരെ കണ്ടിട്ട് വീട്ടിൽ പോയിട്ട് 2.5 വർഷമായി. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ ചോദിച്ചാൽ എന്താ പോവാത്ത, എന്താ പറഞ്ഞ് 2 ദിവസം ലീവ് കിട്ടുന്നത്, അതിൽ കൂടുതൽ ലീവ് കിട്ടില്ല. അപ്പോൾ എങ്ങനെ പോയിട്ട് വരാൻ, നാട്ടിൽ പോയിട്ട് വരാൻ. അപ്പോൾ 2.5 വർഷമായിട്ട് ഇയാൾ ഫാമിലി മെമ്പേഴ്സിനെ കണ്ടിട്ടില്ല. ഇയാൾ മാരീഡാണ്, ഫാമിലി മെമ്പേഴ്സിനെ കണ്ടിട്ടില്ല. അപ്പോൾ ചെറുപ്പക്കാരൻ സങ്കടമാകുന്നുണ്ട്. ഇയാൾ പിന്നെ ഇൻ്റർവ്യൂവിന് പോവാണ്. ഇയാളുടെ പേര് വിളിച്ച് മുറിയിൽ പോകുമ്പോൾ 5 പേരാണ് ഇങ്ങനെ പാനലിരിക്കുന്നത്. കോട്ടും സൂട്ടൊക്കെ ഇട്ട് 5 പേര് ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിലൊരാൾ ചോദിച്ചു, നിങ്ങൾക്ക് പേടിയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യണം ഈ പയ്യൻ്റെ ഒരു ശ്യാം എന്നാണ്. അവൻ പറഞ്ഞ്, ഞാൻ തന്നെ സാറേ പേടിക്കണേ. ആ മറുപടി ഇൻ്റർവ്യൂവിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അടുത്ത ആൾ ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങളുണ്ടെന്ന് കരുതുന്നൊരു ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ശ്യാം പറഞ്ഞു, കൈൻഡ്നെസ്. കുറച്ച് അനുകമ്പയായിട്ട് ആൾക്കാരോട് പെരുമാറാൻ പറ്റുന്നുണ്ട്. ഞാൻ എൻ്റെ ലൈഫിലുള്ളൊരു ക്വാളിറ്റി ആയിട്ട് തോന്നുന്നു അതാണ്. അപ്പോൾ ഒരു കൈൻഡ് റൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവർ ചിരിക്കുന്നുണ്ട്. എന്തോ ഒരു തമാശ പറഞ്ഞവർ ചിരിക്കുകയാണ്. അതിനുശേഷം വേറൊരാൾ ഈ ഇൻ്റർവ്യൂവിൽ പാനൽ ബോർഡിൽ നിന്നൊരാൾ ചോദിക്കും, നിങ്ങളാണ് ഈ ഹോട്ടലിൻ്റെ ഓണറാണെങ്കിൽ നിങ്ങളെടുക്കുന്ന ആദ്യത്തെ തീരുമാനം എന്തായിരിക്കും? പക്ഷേ ഞാൻ വളരെ ബോൾഡായിട്ട് പറഞ്ഞു, ഞാനിവിടെയുള്ള സ്റ്റാഫിന് കൃത്യമായിട്ട് അവധി നൽകും. വർഷത്തിലൊരിക്കലെങ്കിലും അവരവരുടെ വീട്ടുകാരായിട്ട് താമസിക്കാനുള്ള, കൂടെ നിൽക്കാനുള്ള, കാണാനുള്ളൊരു അവസരം കൂടി കൊടുക്കും. നിങ്ങളുടെ ഈ ഹോട്ടലിൻ്റെ മുന്നിൽ തന്നെ ഒരു സെക്യൂരിറ്റി ഗാർഡ് കഴിഞ്ഞ 2.5 വർഷമായിട്ട് അയാൾ വീട്ടിൽ പോയിട്ടില്ല. ഏറ്റവും ആദ്യം ചെയ്യാൻ കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ അയാൾക്ക് ലീവ് കൊടുക്കും, 1 മാസത്തെ ലീവ് കൊടുക്കും, ശമ്പളത്തോടു കൂടി ലീവ് കൊടുക്കും. ശ്യാം ഇത് പറഞ്ഞതും ഒരാൾ പറഞ്ഞു, ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു. ഗെറ്റ് ഔട്ട്. അങ്ങനെ ശ്യാമിന് ഉറപ്പായി അയാൾക്ക് ജോലി കിട്ടില്ലെന്നറിയാം. ശ്യാം ഇറങ്ങിപ്പോന്നു. പക്ഷേ ഉള്ളിലൊരു സന്തോഷം തോന്നി. കാരണം ഞാൻ ബോൾഡായിട്ടൊരു കാര്യം പറഞ്ഞില്ല, ഞാൻ സ്റ്റാൻഡ് ചെയ്തില്ലൊരു കാര്യത്തിന് വേണ്ടി എന്നൊരു തോന്നലുണ്ടായിരുന്നു. വീട്ടിൽ ചെന്നപ്പോൾ ശ്യാമിൻ്റെ പാവപ്പെട്ട വീടാണ്. അപ്പനൊരു കടയൊക്കെ നടത്തുന്ന മനുഷ്യനാണ്. അപ്പനും അമ്മയും കൂടി വളരെ ആകാംക്ഷയോടെ ജോലി കിട്ടിയാടാ, അമ്മ ചോദിക്കണ്ട ജോലി കിട്ടിയാടാന്ന് ചോദിക്കുമ്പോൾ ശ്യാം പറയും, ഇല്ലമ്മേ സാധ്യതയില്ല. അപ്പനോട് ശ്യാം കാര്യം പറയാം, ഇതാണ് സംഭവം, അപ്പോൾ എന്നെ വിളിക്കാൻ സാധ്യതയില്ല. അപ്പോൾ അപ്പം പറയടാ, നീ വിഷമിക്കേണ്ട, നീ നല്ല കാര്യം ചെയ്തിട്ടല്ലേ വന്നേ, നീ അതിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫോൺ റിങ് ചെയ്തപ്പോഴേക്കും, ഹലോ ശ്യാം, നിങ്ങളുടെ ജോബ് ഓക്കെ ആണ്, ഞങ്ങൾ ഇമെയിൽ വിട്ടിട്ടുണ്ട്, പ്ലീസ് ചെക്ക് ദി ഇമെയിൽ എന്ന് പറയും. ഇത് വിശ്വസിക്കാനാവാതെ ഈ മനുഷ്യൻ നിൽക്കുകയാണ്. ആ സമയത്ത് വീണ്ടും ഫോൺ അടിക്കുമ്പോൾ ഈ സെക്യൂരിറ്റിക്കാരൻ, നേപ്പാളി വിളിക്കുന്നത്, ആൾ പറഞ്ഞു, സാറേ എനിക്ക് അവധി കിട്ടി സാറേ, 1 മാസത്തെ അവധി കിട്ടി, ശമ്പളത്തോടു കൂടി 1 മാസത്തെ അവധി കിട്ടിയെന്ന് പറയുമ്പോഴേക്കും ശ്യാമിൻ്റെ കണ്ണിങ്ങനെ നിറയുന്നുണ്ട്. അപ്പോൾ അമ്മ ഇങ്ങനെ പിന്നിന്ന് ശ്യാമിനെ കെട്ടിപ്പിടിച്ചിട്ട് ചോദിക്കും, എന്ത് സൂത്രോടാണ് നീ അവിടെ പോയി കാണിച്ചതെന്ന് ചോദിക്കും. അപ്പോൾ ശ്യാം പറയുന്നുണ്ട്, ബി കൈൻഡ്, കരുണയുള്ളവരായിരിക്കുക, അനുകമ്പയുള്ളവരായിരിക്കുക. മക്കൾ, ഇന്നത്തെ ഗോസ്പലിൽ നമ്മോട് സംസാരിക്കുന്നത് ഈ കൈൻഡ്നെസ്സിനെ കുറിച്ചാണ്. ഒരു റിച്ച് ആയിട്ടുള്ള മനുഷ്യൻ, ആളുടെ വീട്ടുപടിക്കൽ ഒരു പിച്ചക്കാരൻ, പേര് ലാസറാണ്. ഇയാളുടെ മേശയിൽ നിന്ന് ഇയാൾ വലിച്ചെറിയുന്ന ഭക്ഷണ സാധനം കഴിക്കാൻ പട്ടികളോട് മത്സരിക്കുന്ന ഒരു പാവപ്പെട്ട പിച്ചക്കാരൻ. ഇതാണ് നമ്മൾ കാണുന്ന ഫസ്റ്റ് ഷോട്ട്. സെക്കൻഡ് ഷോട്ടിൽ 2 പേരും മരിച്ചിട്ട് പണക്കാരൻ നരകത്തിലാണ്. പക്ഷേ ഈ പാവപ്പെട്ട ലാസർ എവിടെയാണ്? പാവപ്പെട്ട ലാസർ അബ്രഹത്തിൻ്റെ മടിയിലാണ്, ഹെവനിലാണ്. എന്താ, ഇവർക്ക് തമ്മിൽ വലിയൊരു ഗ്യാപ്പുണ്ട്. ഈ ഭൂമിയിൽ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു അതനുസരിച്ചാണ് നമുക്ക് സ്വർഗത്തിലേക്കുള്ള എൻട്രി എന്നാണ് ഇന്നത്തെ ഈ കഥയിൽ ഈശോ പറയുന്നത്. ഈ ഭൂമിയിൽ നമ്മളെങ്ങനെ ജീവിക്കുന്നു അതനുസരിച്ചിട്ടാണ് നമ്മളുടെ എൻട്രി. ഇതിൻ്റെ അകത്തുള്ള പണക്കാരൻ എന്ന് പറയുന്നത് ദുഷ്ടനായ മനുഷ്യനൊന്നുമല്ല, അതിനെക്കുറിച്ചൊന്നും പറയണമെന്നില്ല. ഈ മുമ്പിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് പോലെ കിടന്ന ലാസറിനെ അയാൾ പോണ വഴിക്കൊരു തൊഴി കൊടുത്തിട്ട് പോകണമെന്നില്ല. പക്ഷെ അയാൾ ചെയ്ത തെറ്റെന്തെന്നറിയാമോ? ലാസർ എന്ന് പറഞ്ഞൊരു പാവപ്പെട്ട മനുഷ്യൻ തൻ്റെ വീട്ടുപടിക്കൽ കിടക്കുന്നത് അയാൾ കണ്ടില്ല, മൈൻഡ് ചെയ്തില്ല.
ഇയാളുടെ മുമ്പിലുള്ള സങ്കടത്തെ ഇയാൾ കണ്ടില്ല. വീട്ടുപടിക്കലെ സങ്കടത്തെ കണ്ടില്ല എന്നുള്ളതാണ് ഈ റിച്ച് മാൻ ചെയ്ത തെറ്റെന്ന് പറയാം. മക്കളെ, നമ്മൾ നമ്മുടെ വീട്ടുപടിക്കലെ അല്ലെങ്കിൽ വീടിന് പുറത്തുള്ള നമുക്ക് ചുറ്റുമുള്ള സങ്കടങ്ങളെ കാണുന്നുണ്ടോ? നമുക്ക് അവരോട് അനുകമ്പയോടെ പെരുമാറാൻ പറ്റുന്നുണ്ടോ? ഇതാണ് നമ്മുടെ ഈശോ എന്ന് ചോദിക്കുന്നത്. ആർ യു കൈൻഡ്? ഇനി നമ്മൾ നമ്മുടെ വീട്ടുപടിക്കലോ നമ്മുടെ വീടിന് ചുറ്റുമുള്ള ആൾക്കാരെ നോക്കിയില്ലെങ്കിൽ പോലും നമ്മുടെ വീട്ടിനുള്ളിലുള്ള ആൾക്കാരോട് നമുക്ക് കൈൻഡായിട്ട് പെരുമാറാൻ പറ്റുന്നുണ്ടോ? ഇത്തിരി കൂടെ അനുകമ്പയായിട്ട് പെരുമാറാൻ പറ്റുന്നുണ്ടോ? ആരോടാ? നമ്മുടെ പാരൻസിനോട്, നമ്മുടെ കൂടപ്പിറപ്പുകളോട് കുറേയും കൂടി കൈൻഡായിട്ട് പെരുമാറാൻ പറ്റുന്നുണ്ടോ? ചിലപ്പോൾ നമ്മുടെ വീട്ടുകാരുടെ സിറ്റുവേഷൻ നോക്കാതെ, അപ്പൻ്റെ അമ്മയുടെയും സാമ്പത്തിക സ്ഥിതി നോക്കാതെ ചിലപ്പോൾ പല കാര്യങ്ങളൊക്കെ നമ്മൾ വാശി പിടിക്കും. എനിക്കത് വേണം, എനിക്കിത് വേണം, എൻ്റെ ക്ലാസ്സിൽ കുട്ടികൾ അത് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ എനിക്ക് ഒരെണ്ണം വേണം. ചിലപ്പോൾ നമ്മുടെ പാരൻസിന് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അവരെത്രമാത്രം സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങൾ നമുക്ക് വാങ്ങിച്ചു തരുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും അത് ബോധർ ചെയ്യാറില്ല. നമുക്ക് കുറച്ചും കൂടി കൈൻഡായിട്ട് അവരെ കാണണ്ടേ? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണല്ലോ ഡൽഹിയിലിട്ട് ഒരു ചെറുപ്പക്കാരൻ്റെ ബർത്ത്ഡേക്ക് അവന് 18 ഇയേഴ്സ് ആയപ്പോഴേക്കും വീട്ടുകാർ ഒരു കാറാണ് കൊടുത്തത്. BMW കാറാണ് കൊടുക്കുന്നത്. വില കൂടിയ കാറാണ് BMW കാറ്. അപ്പോൾ അവനത് ഇഷ്ടപ്പെട്ടില്ല. അവനത് യമുന നദി കൊണ്ട് തള്ളിയിടുകയാണ്. അവൻ പറഞ്ഞു, ഞാൻ ചോദിച്ച ജാഗ്വാർ അല്ലേ, എനിക്ക് ആ കാറാണ് വേണ്ടതെന്ന് പറഞ്ഞ് BMW കൊണ്ട് തള്ളിയിടുന്നൊരു പയ്യൻ്റെ കഥ നമ്മൾ കണ്ടതാണ്. ചില കുട്ടികൾ അങ്ങനെയാണ്. അവർക്ക് എഫോർഡ് ചെയ്യാൻ പറ്റും, നമ്മുടെ പാരൻസിന് എഫോർഡ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളുടെ M4 Tech എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ജിയോ മച്ചാൻ, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. ജിയോ മച്ചാൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ജിയോ മച്ചാനെക്കുറിച്ച് യൂട്യൂബുകാർ ഇതൊക്കെ ഡോക്യുമെൻ്ററിയാണ്. അതിൽ ജിയോ മച്ചാൻ്റെ അപ്പച്ചനോട് ചോദിക്കുന്നുണ്ട്, ഇവനെങ്ങനെയാണ്, ഈ പയ്യൻ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പച്ചൻ പറഞ്ഞാണ്, ഇവൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എന്താണെന്നറിയാമോ, ഞാനൊരു സാധാരണ മരപ്പണിക്കാരനാണ്, കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളാണ്. അപ്പോൾ എൻ്റെ മകൻ ഒരിക്കൽ പോലും എനിക്ക് വലിയ കാര്യങ്ങൾ വേണമെന്ന് ചോദിച്ചിട്ടില്ല. അതും പറഞ്ഞുകൊണ്ട് എന്നെ ഒരിക്കൽ പോലും എൻ്റെ മകൻ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. എനിക്ക് എഫോർഡ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇതുവരെ അവൻ ചോദിച്ചിട്ടില്ല. എന്നിട്ട് അപ്പനോട് ഇൻ്റർവ്യൂ ചെയ്ത ആൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് ചോദിക്കുമ്പോൾ അപ്പം പറഞ്ഞാണ്, എൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് അവൻ ജിയോ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ ജോലിക്ക് പോയിരുന്നു. ഞങ്ങളോട് പറയാതെ അവൻ ജോലിക്ക് പോയിരുന്നു. എന്നിട്ട് അപ്പനിങ്ങനെ കണ്ണ് നിറഞ്ഞാൽ പറയാം, അതെനിക്ക് സങ്കടമുള്ള കാര്യമാണ്. വീട്ടുകാരുടെ സിറ്റുവേഷൻ അറിഞ്ഞിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്ന മക്കളുണ്ടല്ലോ, ദ റിയലി ബ്ലെസ്സഡ്. മക്കളെ, നമ്മൾ വീട്ടുപടിക്കലോ നമ്മുടെ വീടിന് പുറത്തുള്ള ദരിദ്രരെയും കഷ്ടപ്പെടുന്നവരെ അന്വേഷിച്ച് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ വീട്ടിലുള്ളവരോട് കുറച്ചും കൂടിയൊക്കെ നമുക്ക് കരുണയോടെ പെരുമാറണ്ടേ? ലെറ്റ് us be kind. എല്ലാവർക്കും കൈൻഡ് സൺഡേ.